PSC ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ പ്രധാനമായിട്ടും കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പിന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ് അങ്ങനെ അടുത്തിടെയുള്ള വിയോഗങ്ങൾ അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. 2024 കേരള PSCയുടെ ഒരുപാട് എക്സാമുകൾ നടക്കാനിരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകൾക്കെല്ലാം യൂസ്ഫുൾ ആകുന്ന തരത്തിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീതിയുടെ ധീരസഞ്ചാരം എന്ന ഗ്രന്ഥം രചിച്ചതാര്? നീതിയുടെ ധീരസഞ്ചാരം ആരെഴുതിയതാണെന്ന ക്വസ്റ്റ്യൻ. ആൻസർ KT അഷ്റഫ് ആണ്. KT അഷ്റഫ്. ഈ പുസ്തകത്തിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം ഇത് ജീവചരിത്ര ഗ്രന്ഥാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥാണ് നീതിയുടെ ധീരസഞ്ചാരം. നീതി എന്ന് ഓർമ്മിക്കുക, ജസ്റ്റിസ് ജഡ്ജ് കോടതിയായി ബന്ധപ്പെട്ടതാണ് നീതി. നമുക്ക് കണക്ട് ചെയ്തിട്ട് വേഗം പഠിക്കാം. നീതിയുടെ ധീരസഞ്ചാരം ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥാണ്. അത് എഴുതിയത് KT അഷ്റഫ് ആണ് കേട്ടോ. KT അഷ്റഫ്. നമുക്കറിയാം 2023 നവംബർ 23-നാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിക്കുന്നത് അല്ലെ. ഗവർണറാകുന്ന ആദ്യ മുസ്ലിം വനിത, അതുപോലെ സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ മലയാളി വനിത, ഇതൊക്കെ ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാകുന്ന ആദ്യ മലയാളി വനിത, ദേശീയ പിന്നോക്ക കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ, അങ്ങനെ ഒരുപാട് നിലയിൽ പിന്നെ പ്രശസ്തിയായിട്ടുള്ള നമ്മളെ വിട്ടുപോയ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്ര ഗ്രന്ഥാണ് നീതിയുടെ ധീരസഞ്ചാരം. എഴുതിയത് KT അഷ്റഫ് ആണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് കേരള പ്രഭ പുരസ്കാരം 2023 കിട്ടിയത്. കേരള പ്രഭ പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. കേരള പ്രഭ പുരസ്കാരം 2023. പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി മരണാനന്തരം 2024 കേട്ടോ. 2 മലയാളികൾക്കാണല്ലേ പത്മഭൂഷൺ ലഭിച്ചത്, ഫാത്തിമ ബീവിക്കും അതുപോലെ O രാജഗോപാലിനും, 2 മലയാളികൾക്ക്. അപ്പൊ അതിലൊന്നാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2024 പത്മഭൂഷൺ ലഭിക്കുന്നത്. കേരള പ്രഭ പുരസ്കാരം 2023. മാറിപ്പോയത് കേരള പ്രഭ 2023, പത്മഭൂഷൺ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് ലഭിച്ചത് 2024. അപ്പൊ മരണ ഡേറ്റ് എപ്പോഴാ? അവർ അന്തരിച്ചത് 2023 നവംബർ 23 ഓർമ്മിച്ചാൽ മതി. നവംബറിൽ ഫാത്തിമ ബീവി അന്തരിക്കുന്നത്. അതുപോലെ നീതിപാതയിലെ ധീരവനിത എന്ന മലയാളം ഡോക്യുമെന്ററിയും ആരെക്കുറിച്ചുള്ളതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ളതാണ് കേട്ടോ. നീതിപാതയിലെ ധീരവനിത എന്ന മലയാളം ഡോക്യുമെന്ററി തയ്യാറാക്കിയതും ആരെക്കുറിച്ചാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചാണ്. അത് പിന്നെ ആരാണ് സംവിധാനം? പ്രിയ രവീന്ദ്രനാണ്. പ്രിയ രവീന്ദ്രൻ. സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയാണ് നീതിപാതയിലെ ധീരവനിത. ആരെക്കുറിച്ചുള്ളതാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചാണ്. പിന്നെ അത് സംവിധാനം ചെയ്തത് പ്രിയ രവീന്ദ്രൻ. അത് നോട്ട് ചെയ്തോളൂ, ചിലപ്പോൾ സംവിധായികയുടെ പേരായിരിക്കും ചോദിക്കുക. പ്രിയ രവീന്ദ്രൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് നീതിപാതയിലെ ധീരവനിത. ആരെക്കുറിച്ചാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചിട്ട്. അതുപോലെ ഫാത്തിമ ബീവിയുടെ ഓർമ്മക്കായി ലൈബ്രറി നിലവിൽ വന്ന ജില്ലാ കോടതിയുണ്ട്. പത്തനംതിട്ട ജില്ലാ കോടതിയാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ സ്വദേശം പത്തനംതിട്ടയായിരുന്നല്ലോ. അപ്പൊ ഫാത്തിമ ബീവിയുടെ ഓർമ്മക്കായി ലൈബ്രറി നിലവിൽ വന്ന ജില്ലാ കോടതി ചോദിക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ട ജില്ലാ കോടതിയാണ്. അതും കറണ്ട് അഫയേഴ്സിൽ പഠിക്കേണ്ടതാണ് കേട്ടോ. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മക്കായി ലൈബ്രറി നിലവിൽ വന്ന ജില്ലാ കോടതി പത്തനംതിട്ട ജില്ലാ കോടതിയാണ്. അപ്പൊ നീതിയുടെ ധീരസഞ്ചാരം KT അഷ്റഫ് എഴുതിയ ഗ്രന്ഥാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ച്. അതുപോലെ നീതിപാതയിലെ ധീരവനിത എന്നുള്ള മലയാളം ഡോക്യുമെന്ററിയും ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചാണ്. സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കി ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് പ്രിയ രവീന്ദ്രനാണ്. അതുപോലെ നീതി വെച്ചിട്ട് പറയേണ്ടത് നീതിയുടെ വിളക്കുമരം. റീസെന്റ് ഇറങ്ങിയ ഒരു പുസ്തകമാണ് നീതിയുടെ വിളക്കുമരം. അത് രചിച്ചത് സുനിൽ P ഇളയിടം കേട്ടോ. ഫാത്തിമ ബീവി ആയിട്ട് ബന്ധമില്ല. നീതിയുടെ വിളക്കുമരം എന്നുള്ള പുസ്തകം സുനിൽ P ഇളയിടം. നീതിയുടെ വിളക്കുമരം സുനിൽ P ഇളയിടം. അതുപോലെ നീതിയുടെ ധീരസഞ്ചാരം KT അഷ്റഫ്. നീതിപാതയിലെ ധീരവനിത എന്ന മലയാളം ഡോക്യുമെന്ററി ഡയറക്ട് ചെയ്തത് പ്രിയ രവീന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 MS സ്വാമിനാഥൻ പുരസ്കാര ജേതാവ്. 2023 MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമനാണ് കേട്ടോ. ചെറുവയൽ രാമൻ. 2023 MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമൻ. ചെറുവയൽ രാമൻ ആരാണ്? വയനാട്ടിലെ നെല്ല് കർഷകനാണ് അല്ലെ. വയനാട് ജില്ലയിലെ നെല്ല് കർഷകനാണ്.
ചെറുവയൽ രാമൻ, നെല്ലച്ചൻ എന്ന അപരനാമത്തിലൊക്കെ അറിയപ്പെടുന്നത് ഈ ചെറുവയൽ രാമനാണ്. നെല്ലച്ചൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. 2023 MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമനാണ്. അതുപോലെ 2024 MS സ്വാമിനാഥൻ പ്രൈസ് കൊടുത്തു കേട്ടോ. MS സ്വാമിനാഥൻ പ്രൈസ് 2024 കൊടുത്തത് പ്രൊഫസർ BR കമ്പോജ്. പ്രൊഫസർ BR കമ്പോജിനാണ് കൊടുത്തത്. പ്രൊഫസർ BR കമ്പോജിനാണ് 2024 MS സ്വാമിനാഥൻ പുരസ്കാരം. MS സ്വാമിനാഥനും അടുത്തിടെ അന്തരിച്ചതുകൊണ്ട് കേരള PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് അന്തരിച്ചത്? 2023 സെപ്റ്റംബർ 28-നാണ് MS സ്വാമിനാഥൻ അന്തരിക്കുന്നത്. 2023 സെപ്റ്റംബർ 28-ന്. ഇപ്പൊ MS സ്വാമിനാഥന്റെ ഫുൾ നെയിം എന്താണ്? മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ്. മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥൻ അന്തരിക്കുന്നത് 2023 സെപ്റ്റംബർ 28-ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. രാജ്യസഭ മെമ്പറായിട്ട് 2007 മുതൽ 2013 വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ UN സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് MS സ്വാമിനാഥനെയാണ്. അദ്ദേഹത്തിന് 1971 മാക്സസെ പ്രൈസ് ലഭിക്കുന്നത്. 1971. 1987 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചു. 1967 പത്മശ്രീ ലഭിച്ചു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2024 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു കേട്ടോ. 2024 മരണാനന്തരം ഭാരതരത്ന ലഭിച്ചു. ഭാരതരത്ന ലഭിച്ച വർഷം 2024. ഏറ്റവും കൂടുതൽ പേർക്ക് ഭാരതരത്ന കൊടുത്ത വർഷവും ഈ 2024 5 പേർക്കാണ് ഭാരതരത്ന അവാർഡ് കൊടുത്തത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 പേർക്ക്. ആരെല്ലാണ്? 50ാമത് വ്യക്തി LK അദ്വാനി. ഭാരതരത്ന ജേതാവാകുന്ന 50ാമത് വ്യക്തിയാണ് LK അദ്വാനി. നരസിംഹറാവു, ചരൺ സിംഗ്, അതുപോലെ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി താക്കൂർ എന്നിങ്ങനെ 5 പേർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. അതിലുള്ള ആളാണ് MS സ്വാമിനാഥൻ മരണാനന്തര പുരസ്കാരം. MS സ്വാമിനാഥൻ. അപ്പോൾ MS സ്വാമിനാഥന് ഭാരതരത്ന ലഭിച്ച വർഷം 2024. മാർക്സസെ പുരസ്കാരം ലഭിച്ചത് 1971. അതുപോലെ വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത് 1987. പത്മശ്രീ ലഭിച്ചത് 1967 കേട്ടോ. 1967 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ 50 Years ഓഫ് ഗ്രീൻ റവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ, മേജർ ഫ്ലവറിംഗ് ട്രീസ് ഓഫ് ട്രോപ്പിക്കൽ ഗാർഡൻ. ഇതൊക്കെ ആരുടെ പുസ്തകങ്ങളാണ്? MS സ്വാമിനാഥന്റെ പുസ്തകങ്ങളാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2023 MS സ്വാമിനാഥൻ പുരസ്കാര ജേതാവ് ചെറുവയൽ രാമൻ. ചെറുവയൽ രാമനെയാണ് PK കാളൻ പുരസ്കാരമൊക്കെ ലഭിച്ചത് കേട്ടോ. PK കാളൻ പുരസ്കാരം ചെറുവയൽ രാമൻ. 2024 MS സ്വാമിനാഥൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ BR കമ്പോജ്. ഇപ്പൊ 2023 ചെറുവയൽ രാമനാണ് MS സ്വാമിനാഥൻ പുരസ്കാരം. MS സ്വാമിനാഥൻ 2005 മുതലാണ് ഈ MS സ്വാമിനാഥൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് കേട്ടോ. 2005 മുതൽ. ഫസ്റ്റ് വിന്നർ നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ്. 2023 ചെറുവയൽ രാമന് കിട്ടുന്നത്. അതുപോലെ 2024 MS സ്വാമിനാഥൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ BR കമ്പോജിനാണ്. പ്രൊഫസർ BR കമ്പോജ്. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനവും PSC ചോദിച്ചിട്ടുണ്ട്. കല്യാൺ സോന, അതുപോലെ സർബതി സോനാരിക എന്നുള്ള ഗോതമ്പിനങ്ങളൊക്കെ വികസിപ്പിച്ചത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അഥവാ മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിരിക്കു പിന്നിൽ എന്നുള്ള ആത്മകഥ എഴുതിയത് ആര്? ചിരിക്കു പിന്നിൽ എന്നുള്ള ആത്മകഥ എഴുതിയത് ഇന്നസെന്റ് ആണ്. ഇന്നസെന്റും മരണപ്പെട്ടത് 2023 തന്നെയാണ്. 2023 PSC മരണപ്പെട്ടവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ KPSC ലളിത മുൻപ് മരണപ്പെട്ട സമയം 2022. ആ ടൈം വരുന്ന കേരള PSC എക്സാമുകൾക്കെല്ലാം പിന്നെ KPSC ലളിതയുടെ ആത്മകഥയുടെ പേര് കഥ തുടരും, അത് ആരുടെ ആത്മകഥയാന്ന് ചോദിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ കഥ തുടരും എന്നുള്ളത് ആരുടെ ആത്മകഥ, അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ PSC ചോദിച്ചിട്ടുണ്ടാകും. സുഗതകുമാരി ടീച്ചർ മരിച്ച വർഷമാണെങ്കിൽ ആ ടൈം വന്ന എക്സാമിനൊക്കെ സുഗതകുമാരി ടീച്ചറെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നു. അതുപോലെ MS സ്വാമിനാഥൻ. പിന്നെ പറയുന്നത് ഇന്നസെന്റ്. ഇന്നസെന്റിന്റെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ. മാറിപ്പോയത് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് ആത്മകഥയല്ല. ആത്മകഥയുടെ പേര് ചിരിക്കു പിന്നിൽ എന്നാണ്. ചിരിക്കു പിന്നിൽ എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? ഇന്നസെന്റ്. ഇന്നസെന്റ് മരണപ്പെട്ടത് 2023 മാർച്ച് 26 കേട്ടോ. മാർച്ച് 26. മാറിപ്പോയത് മാർച്ച് 26-നാണ് ഇന്നസെന്റ് മരണപ്പെടുന്നത്. ആദ്യ സിനിമ നോട്ട് ചെയ്തോളൂ, നൃത്തശാലയാണ്. ഇന്നസെന്റ് അഭിനയിച്ച ആദ്യ സിനിമ നൃത്തശാല. പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ക്യാൻസർ വാർഡിലെ ചിരി, ഞാൻ ഇന്നസെന്റ്, മഴക്കണ്ണാടി. ഇതൊക്കെ
ഇന്നസെന്റിന്റെ പുസ്തകങ്ങളാണ്. അപ്പൊ ചിരിക്കു പിന്നിൽ നിന്നുള്ളതാണ് ആത്മകഥ. അത് മാറിപ്പോയത്, ചിരിക്കു പിന്നിൽ നിന്നുള്ളത് ആത്മകഥ. ചിരിപുരണ്ട ജീവിതങ്ങൾ എഴുതിയ മലയാള നടൻ ആരാന്ന് ചോദിച്ചാല് രമേശ് പിഷാരടിയാണ് കേട്ടോ. ചിരിപുരണ്ട ജീവിതങ്ങൾ, ജീവിതം എന്ന് പറഞ്ഞത് രമേശ് പിഷാരടി എഴുതിയത്. ചിരിമയം എന്നുള്ള പുസ്തകം രചിച്ചത് സുരാജ് വെഞ്ഞാറമൂടാണ്. പിന്നെ ത്തിലെ പ്രധാനപ്പെട്ട ഹാസ്യ താരങ്ങളെ പുസ്തകങ്ങളെ പറയുന്നത് രമേശ് പിഷാരടിയുടെ പുസ്തകങ്ങൾ. ചിരിപുരണ്ട ജീവിതം രമേശ് പിഷാരടി അടുത്തിടെ രചിച്ച പുസ്തകമാണ് ചിരിപുരണ്ട ജീവിതം. അതുപോലെ ഇന്നസെന്റിന്റെ ആത്മകഥ ചിരിക്കു പിന്നില്. ചിരിമയം എന്നുള്ള ആത്മകഥ എഴുതിയത് സുരാജ് വെഞ്ഞാറമൂടാണ് കേട്ടോ, ചിരിമയം എന്നുള്ളത്. അതുപോലെ ഇന്ദ്രൻസിന്റെ ആത്മകഥ അടുത്തിടെ പുറത്തിറങ്ങിയാൽ ഏതാണ്? ഇന്ദ്രധനുസ് എന്നുള്ളത് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ്. ഇന്ദ്രധനുസ് കേട്ടോ, ആത്മകഥയുടെ പേര് ഇന്ദ്രധനുസ്. ഇന്ദ്രൻസ്, ഇന്ദ്രധനുസ്, അത് വേഗം കിട്ടും. അപ്പൊ ഈ ആത്മകഥ ചിരിക്കു പിന്നിൽ എഴുതിയത് ഇന്നസെന്റ് ആണ്. അദ്ദേഹം അന്തരിച്ചത് 2023 മാർച്ച് 26 ആദ്യ സിനിമ നൃത്തശാലയാണ്. 2014 മുതൽ 2019 വരെ ചാലക്കുടിയിൽ നിന്ന് ലോകസംഘ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നസെന്റിനെ പോലെ തന്നെ പഠിക്കേണ്ട ഒരാളാണ് ഉമ്മൻചാണ്ടി അല്ലെ. നമുക്കറിയാം 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടി അന്തരിക്കുന്നത്. 2023 ജൂലൈ 18 ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി അല്ലെ. തുടർച്ചയായി 53 വർഷത്തോളം അദ്ദേഹം MLA ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതുപോലെ 2004 മുതലാണ് അദ്ദേഹം ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുന്നത് കേട്ടോ. 2004 മുതൽ 2006 വരെ, പിന്നെ 2011 മുതൽ 2016 വരെ, അങ്ങനെ 2 തവണ മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിക്ക് UN പബ്ലിക് സർവീസ് നൽകുന്ന സേവനം പരിഗണിച്ചൊക്കെ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 2013 സുതാര്യ കേരളം പദ്ധതിക്ക് ഇദ്ദേഹത്തിന് അവാർഡൊക്കെ ലഭിച്ചു. കാലം സാക്ഷി എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര്. കാലം സാക്ഷി. കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ്? ഉമ്മൻചാണ്ടി. തയ്യാറാക്കിയത് അദ്ദേഹത്തിന്റെ കൂടെ സണ്ണിക്കുട്ടി അബ്രഹാം ആണ് കേട്ടോ. കാലം സാക്ഷി എന്ന ആത്മകഥ തയ്യാറാക്കിയത് സണ്ണിക്കുട്ടി അബ്രഹാം. അതുപോലെ തുറന്നിട്ട വാതില്, അത് മാറിപ്പോവും എല്ലാവരും വിചാരിക്കും തുറന്നിട്ട വാതിലാണ് ആത്മകഥ എന്നുള്ളത്. തുറന്നിട്ട വാതില് അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥമാണ്. PT ചാക്കോ രചിച്ച ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ പേരാണ് തുറന്നിട്ട വാതിൽ എന്നുള്ളത്. അപ്പൊ കാലം സാക്ഷിയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര്. തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്നീ നിലയിലൊക്കെ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം ഇമ്പോർട്ടന്റ് ആണ്. ആ ഡേറ്റ് അടക്കം പഠിച്ചു നോക്കും. 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടി അന്തരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പോരാട്ടത്തിന്റെ ദിനങ്ങൾ, ചങ്ങല ഒരുങ്ങുന്നു, കേരളത്തിന്റെ ഗുൽസാരി, ചങ്ങല ഒരുങ്ങുന്നു, പോരാട്ടത്തിന്റെ ദിനങ്ങൾ, ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ പുസ്തകങ്ങളാണ്. ഉമ്മൻചാണ്ടി മരണപ്പെട്ട ഡേറ്റ് 2023 ജൂലൈ 18 ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന വ്യക്തിയാണ്. 1970 മുതൽ 2023 വരെ തുടർച്ചയായിട്ട് ഏകദേശം 53 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു. 2004 മുതൽ 2006 വരെ ആദ്യമായി മുഖ്യമന്ത്രി ആയി. 2011 മുതൽ 2016 വരെയാണ് രണ്ടാമത്തെ തവണ മുഖ്യമന്ത്രി ആയത്. തൊഴിൽ മന്ത്രിയായിട്ടും ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടും കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ 2006 ദാവോസ് സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയാണ് കേട്ടോ. 2013 ജനസമ്പർക്ക പരിപാടിക്ക് UN അവാർഡൊക്കെ ലഭിക്കുന്നത്. അപ്പൊ ആത്മകഥയുടെ പേര് കാലം സാക്ഷിയാണ്. തുറന്നിട്ട വാതിൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവചരിത്ര രേഖയാണ്. രചിച്ചത് PT ചാക്കോ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളാണ് പോരാട്ടത്തിന്റെ ദിനങ്ങൾ, ചങ്ങല ഒരുങ്ങുന്നു, കേരളത്തിന്റെ ഗുൽസാരി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്